ജോസഫ് ചെല്ലയ്യ ഡാനിയേൽ എന്ന JC ഡാനിയേൽ തന്റെ 22ാമത്തെ വയസ്സിലായിരുന്നു വിഗതകുമാരൻ എന്ന ആദ്യ മലയാള സിനിമ സംവിധാനം ചെയ്തത്. JC ഡാനിയേൽ തന്റെ റോസി എന്ന ആദ്യ നായികയെ കണ്ടെത്തിയത് ആദ്യ പ്രദർശനത്തിന് ശേഷം ഒരു ദളിത് സ്ത്രീയെ തിരശ്ശീലയിൽ അവതരിപ്പിച്ചതിന്റെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതും റോസി എന്ന മലയാളത്തിലെ ആദ്യ നായിക നാട് വിട്ടോടിയതും മലയാള സിനിമാ ചെയ്തു. നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും അതിലും തീവ്രമായി ലോകത്തുണ്ട് എന്ന തിരിച്ചറിവ് നൽകുന്ന സിനിമ എന്ന മഹാസംഭവം കലാപവും കരുണയും കരുതലും ഇടകലർന്ന കാഴ്ചയുടെ സത്യം. കാഴ്ചയ്ക്കുള്ള കണ്ണുകൾ പാകപ്പെടുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. പ്രശസ്തിക്കും പണത്തിനും അപ്പുറം തന്റെ അടയാളം അവശേഷിപ്പിക്കുന്ന നിലപാടുകൾ രേഖപ്പെടുത്തുന്ന ഓരോ വ്യക്തികളും സിനിമ എന്ന മാധ്യമ സൗഹൃദം ചേർന്ന് അവരന്റെ കരച്ചിലിന്റെ കാരണമറിയാനുള്ള മനസ്സുണ്ടാകും. പുത്തൻ കാഴ്ചകളുണ്ട്, ജീവിതമുണ്ടാകും. ഈ കേൾവിയും കാഴ്ചയും ചരിത്രമാകട്ടെ എന്ന് ആശംസിച്ചു. സ്നേഹം. പറ്റുന്ന സാർ പാപ്പന്റെ ദേഹത്ത് തൊട്ടാ പിന്നെ അവന്റെ വിധി എഴുതുന്നത് പാപ്പന. ഈശോ ജോൺ കാറ്ററി മുതലുണ്ണിമകൻ സാറ് വന്നു കഴിഞ്ഞാൽ ആര് വിളിച്ചെന്ന് പറയണം? കുറുപ്പ് വിളിച്ചെന്ന് പറഞ്ഞാൽ കുറുപ്പ് நீ யாருங்கிறது நீ சேர்த்து வைத்த சொத்துலையோ சுத்தி கொண்டோ மேல் வச்சத பயத்திலையோ இல்லை. നീ ചെയ്ത ശൈലിയോ നീ പേசுற പേച്ചിലോ ഇருக்கு. ഇത് വേദവാക്ക്. ഒരു ഗ്ലാസ് വെക്കുന്ന എന്റെ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ. പിന്നെ എല്ലാരും പറയുന്നത് ഇതെന്റെ ഒരു വീക്ക്നെസ് ആണ്. കുഴക്കണ്ടവരുടെ എണ്ണം കൂടും. പ്രൊഫസർ സോറി, ഞാൻ നമസ്കാരം. ഇത് എന്റെ കട ഇവിടെ തന്നെ. അതെ 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 അതെ, ഇന്ന് തുടങ്ങും അതല്ല മലയാള സിനിമ. എല്ലാം ന്യൂ ഫേസ് ആണ്. പഴയ ഒരു നടന്മാരെടുക്കുന്നില്ല. ഒരു ഫ്രഷ്നെസ് ഒക്കെ വേണ്ടേ? റെക്കമെൻഡേഷൻ ആയിട്ട് ഇങ്ങോട്ട് വരണ്ട. കഴിവുള്ളവരുണ്ടോ അവർക്ക് അവസരം കൊടുത്തിരിക്കും. പിന്നെ കുറെ വക്കോട്ടന്മാർ ഇപ്പം ചാൻസിന് വേണ്ടിട്ട് ഇവന്മാരൊക്കെ എങ്ങനെ വയ്ക്കുന്ന എനിക്കറിയാൻ പാടില്ല. എന്തായാലും സിനിമയായി പോയില്ലേ, നോക്കാം. ഇല്ലല്ല, ഡയറക്ടർ വന്നാൽ അപ്പ തുടങ്ങുന്നു. എന്തിനങ്ങനെ ഇരിക്കണം? ഇങ്ങോട്ട് ഒരു കാര്യമില്ല. എവിടെയെങ്കിലും ഒരു സിനിമയുടെ ഓഡിഷൻ എന്ന് കേട്ടാൽ മതി, കാക്കക്കുട്ടി കല്ലിട്ട പോലെ കുറെ ഇറങ്ങി വരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സേവകടയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, കല്യാണ വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങോട്ട് കാര്യം ഇറങ്ങി പോകും. ഇവിടെ വേണ്ടത് 12 പേരാണ്. ആ 12 പേരൊക്കെ ഏകദേശം തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താ ഞങ്ങൾ ഓഡീഷൻ വന്നതാണ്. ആണോ? ഞാൻ കരുതി മാമന്റെ മോന്റെ കല്യാണത്തിൽ വന്നു. എടോ, ഈ ഇരിക്കുന്ന ആൾക്കാർ മൊത്തം ഓഡിഷൻ വേണ്ടി വന്നേക്കുന്നത്. അല്ല സാറേ, ആദ്യത്തെ നമ്പർ ഞങ്ങളെ ഓരോരോ നമ്പറായിട്ട് ഇറങ്ങിക്കോളും. എടോ, എനിക്ക് അഭിനയിക്കാൻ അറിയാം. അറിയാം സാർ, ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. ആണോ? അതാണ് കുഴപ്പം.
ഇവിടെ അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരെ വേണ്ട. ഇവിടെ വേണ്ടത് റിയലിസ്റ്റിക് ആണ്. ആണോ സാറേ? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അത് ശരി. അപ്പൊ അഭിനയിക്കാൻ അറിയാൻ പറഞ്ഞാണ് അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. എടോ താൻ ആദ്യം കൊണ്ട് അഭിനയം പഠിച്ചിട്ടോളൂ. സാറേ അപ്പൊ ഞാനും ഓക്കെ ആയിരിക്കും. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ അഭിനയം പഠിക്കാൻ പോകുന്നു. വെരി ഗുഡ്. ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല, ഇന്ന് ഓഡിഷൻ ഉള്ളവരെ ക്ലാസ് കിട്ടി. അത് ശരി. പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട പിള്ളേർ പഠിക്കാതെ ഓഡീഷൻ എന്ന് പറഞ്ഞ് നടക്കണം. പോയി അഭിനയം പഠിച്ചോളാം. എങ്ങനെ ഇടിച്ചു കയറി വരുന്നത്? ഞാനേ ഓഡിഷൻ വന്നേ സാറേ. ഇങ്ങനെ ഓടിക്കയറി വരേണ്ട സ്ഥലമല്ല ഈ ഓഡിഷൻ. അതിന് അനുവാദം മേടിക്കണം. സാറേ ഞാൻ വാതിൽ മുട്ടിയായിരുന്നു സാറേ. ഓ, നിങ്ങൾക്ക് ഏത് വാതിലും മുട്ടാം, ഒരു കുഴപ്പമില്ല. ഞങ്ങളെങ്ങാനും ഏതെങ്കിലും വാതിലും മുട്ടിയ പിന്നെ അത് കേസായി, കമ്മീഷനായി. അത് പോട്ടെ, വിട് വിട്. ഏതായി കൈക്കുഞ്ഞ? മൈക്കുഞ്ഞ സാറേ. മൈക്കുഞ്ഞോ? അല്ല മൈക്കുഞ്ഞ, എന്റെ കുഞ്ഞ സാറേ. എന്റെ സഹോദരി, ഇങ്ങനെ ഓഡിഷനൊക്കെ വരുമ്പോ ഈ കൈക്കുഞ്ഞായിട്ട് പറഞ്ഞ കാര്യമുണ്ടോ? തനിച്ചുണ്ടാ പോലെ. അയ്യോ ഓഡിഷൻ എനിക്കില്ല, പിന്നെ? എന്റെ കുഞ്ഞിനാ. ഈ അഭിനയിക്കാനൊന്നും എന്റെ അച്ഛൻ വിടൂല. അപ്പൊ ഈ കുഞ്ഞിനെ ഇവളുടെ അച്ഛൻ വിടും. പുള്ളിക്ക് അഭിനയം എന്ന് വെച്ചാൽ ജീവനാ. പുള്ളി എന്ത് ചെയ്യുന്നു? കേട്ടിട്ടുണ്ടോ? ഡോക്ടർ രാജൻ. പുള്ളിയെ TM ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ട് അഭിനയിച്ചോണ്ടിരിക്കും ഇപ്പൊ. അപ്പൊ രാജനല്ല, വ്യാജൻ. പുള്ളിയുടെ അതേ കഴിവാ എന്റെ കുഞ്ഞിന് കിട്ടിയിരിക്കുന്നത്. അങ്കിളിനൊന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുത്തേ. കണ്ട മോള് കരയുന്ന പോലെ അഭിനയിക്കുന്ന കണ്ട. നാച്ചുറൽ അല്ലേ? എന്റെ പെണ്ണും പിള്ളേരും അഭിനയിക്കുന്നല്ല, വേഷം കെട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ പാലും കൊടുക്കും. പാല് കൊടുക്കാൻ പറ്റത്തില്ല. പാല് കൊടുത്താലേ കുഞ്ഞ് ഉറങ്ങുന്ന പോലെ അഭിനയിക്കും. ഇതെന്തോ കിളിപോയ കേസാണ്. ഇതിനെ ഇങ്ങനെ ഒഴിവാക്കുന്നു. അതെ, ഈ കുഞ്ഞുങ്ങളുടെ ഓഡിഷൻ നടക്കുന്നത് ഇവിടെയല്ല. പിന്നെ എവിടെയാ? അത് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ലെഫ്റ്റിലേക്ക് പോകുമ്പോ ഒരു ചൊല്ലടിയാണ്. അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഇരിപ്പുണ്ടാവും. ആ ചേട്ടനോട് ചോദിച്ചാൽ മതി, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ശരി, പുള്ളി ആളെങ്ങനെയാ? കണ്ട മനസ്സിലാവും. നല്ല പഞ്ചപ്പാ. താങ്ക് യു ചേട്ടാ. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ചെല്ല് ചെല്ല് ചെല്ല്. എന്റെ ദൈവമേ, ആ സെക്യൂരിറ്റിനെ കാത്തോണേ. ഇതിനെയൊക്കെ ഒഴിവാക്കാൻ പെടുന്ന പാട്. അയ്യോ, എപ്പോ ഒന്ന് കുറച്ചേരായി. എത്ര പേര് പറഞ്ഞു വിട്ട്? ഏ, പോരല്ല. സത്യം പറയാല, ഈ പോയ പെണ്ണും കൂടി 8 പേരെ പറഞ്ഞു സാറേ. എന്റെ പൊന്നു ബിനു, നിന്നെ പേടിച്ചിട്ടാണ് കൊച്ചിയിൽ നടക്കേണ്ട ഓഡിഷൻ മാറ്റിയിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരി വെക്കേണ്ടി വന്നത്. അതിപ്പോ ഞാനെന്താണ്? കഴിഞ്ഞ ഓഡിഷന് ഞങ്ങൾ വിളിച്ചു വരുത്തിയ 18 ആർട്ടിസ്റ്റുകളെയാണ് നീ പറഞ്ഞു വിട്ടത്. എടാ, ഈ കാണിക്കണ അഭിനയില്ലേ, ആ ഓഡിഷന് ചെയ്തിരുന്നെങ്കിൽ നീ പണ്ടേ സ്റ്റാറായിരുന്നു. ബിനു, അപേക്ഷിക്കുകയാണ്, ദ്രോഹിക്കരുത്. ഞങ്ങൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ. നിനക്ക് പറ്റുന്ന വേഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചോളാം. വിളിക്കോ? വിളിച്ചോളാം സാറേ, ഇന്നലെ രാത്രി ഒരു 12 മണിക്ക് ഒരു റോസാപ്പൂവിന്റെ പ്രൊഫൈൽ പിക്ചറുള്ള നമ്പറിൽ നിന്ന് സാറിന്റെ ഫോണിൽ ഒരു ഗുഡ് ലൈറ്റ് വന്നില്ലായിരുന്നു. വന്നിരുന്നു. അപ്പൊ സാർ അതിന് തിരിച്ച് 3 ഉമ്മ വെക്കണ ഇമോജിയിൽ ഒരു പടം വിട്ടില്ല സാർ. ഇവിടെ നോക്കി എന്റെ പേഴ്സണൽ കാര്യമല്ലേ, താഴെ പെടണ്ട. അതാണ് എന്റെ നമ്പർ എന്ന് പറയായിരുന്നേ. അത് നീ ആയിരുന്നാ? അതെ. ഇറങ്ങി പോളൊന്നും. ഇപ്പൊ ചോടോ, എന്നിട്ട് രാത്രി ഉമ്മ കള്ളനാ സാർ. എടോ ഒന്ന് പോടോ. അപ്പൊ ഈ സന്ധ്യയുടെ നമ്പർ ഏതായിരുന്നു? എല്ലാം ഓക്കെ അല്ലേ? സന്ധ്യ ഓക്കെയാണ് സാർ. സന്ധ്യ അല്ല, ഇവിടെ എല്ലാം ഓക്കെയാണ് സാർ. എടോ, ഈ പണത്തിന് വേണ്ടി 3ാമത്തെ ഓഡീഷനായി നടത്തുന്നത്. ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും കിട്ടുമോ? കിട്ടും സാർ, ഉറപ്പായിട്ടും കിട്ടും സാർ. കഴിഞ്ഞ 2 സ്ഥലത്തും താനിത് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ സജയ്, തനിക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടും. എല്ലാവരും ഓക്കെ ആണെങ്കിൽ തുടങ്ങിക്കോ, ഞാൻ മോട്ടറിന്റെ മുമ്പിലുണ്ടാവും. സാർ സാർ ഇരുന്നോ സാർ, ഞാൻ എല്ലാവരും വിളിച്ചോളാം. സാറേ എന്തോ ഈ ചെമ്പനും തമ്മിലും വീണ്ടും എത്തിയ. എടാ, ഇവിടെ ചാൻസ് ഒന്നും ഇല്ല. സാറേ, ഈ പടത്തിലെങ്കിലും ഒരു ചാൻസ് സാറേ. എത്ര നാളായി സാറേ ഞങ്ങൾ ഇങ്ങനെ പുറടക്കാൻ തുടങ്ങിയിട്ട്? ശരി, ചാൻസ് തരാം. നിനക്കൊക്കെ ഹിന്ദി അറിയോ? നിനക്കറിയോളെ? അല്ല സാറേ, മലയാളം പടത്തിൽ എന്തിനാണ് ഹിന്ദി? എടാ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണ കഥയല്ല. എടാ, ഈ സിനിമയിലെ ഒരു നായകനും ഒരു നായികയുണ്ട്. ആഹാ, ഫ്രഷ്. ഇതുപോലൊരു സബ്ജക്ട് മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എടാ, ഇത് മുഴുവൻ കേൾക്കണം. നോർത്ത് ഇന്ത്യയിലാണ് ഈ സംഭവം നടക്കണം. സാറേ, വീട്ടിൽ 2-3 ആളുണ്ട് പല കളറില്. വേണമെങ്കിൽ നമുക്ക് ഇനി മേടിക്കാം. എന്ത്? അല്ല, ഈ തോർത്തെന്തെങ്കിലും സംഭവം നടക്കുള്ളൂ എന്ന് പറഞ്ഞു. എടാ, തോർത്തല്ലടാ പോത്തെ. നോർത്ത് ഇന്ത്യയിലാണ് ഈ കഥ നടക്കുന്നത്. അതാണ് പറഞ്ഞത്. ശരിക്കും ഒരു പാട്ട് സീനിലാണ് നായികയുടെ എൻട്രി വരുന്നത്. അവരുടെ പിള്ളേരെ കണ്ട, അവരാണ് ഡാൻസ് ചെയ്യുന്നത്. കഥക്ക് ഡാൻസ്. സാധാരണ ഡാൻസ് കഴിഞ്ഞിട്ടാണ് കിടക്കാം. ഇതിപ്പോ ഡാൻസിന് മുമ്പ് കിടക്കും. എടാ പൊട്ട, കഥക്ക് ഡാൻസ് എന്ന് പറഞ്ഞ കഥയ്ക്ക് അനുയോജ്യമായ ഡാൻസ് അല്ലേ സാറേ? ആ തുറന്നിട്ടിരിക്കണ എന്താ? അത് കഥകൾ. 2 പേര് ആ കഥയിന് പുറത്തേക്ക് ഇറങ്ങി ആ കഥ കടച്ച് എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞ് പയ്യ അങ്ങടക്ക് വിട്ടോ. പോയ പോയ പോയ. നിങ്ങൾ റെഡിയല്ലേ? എന്നാ തുടങ്ങിക്കോ.
नजर जो तेरी लागी मैं दीवानी हो गई दीवानी हाँ दीवानी दीवानी हो गई मशहूर इश्क की कहानी हो गई जो जलने लगी तो मैंने भी थामी कहा कि मैं सीखो कहाँ चली आई ये दीवानी मस्तानी हो गई इश्क की कहानी हो गई जो जलने लगी तो मैंने भी थामी कहा कि मैं सीखो कहाँ चली आई तेरे दीवानी मस्तानी हो गई दीवानी हाँ दीवानी दीवानी हो गई हाँ